കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ മുട്ട് നല്ലോണം ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എത്രയോ കൊല്ലങ്ങൾ, ഒരു 50 കൊല്ലൊക്കെ ആയിട്ട് പല ക്ലാസ്സിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും പിന്നെ ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് നമുക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല. മനോഹരൻ കോഴിക്കോട് അത്തോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാല് സൺഡേ മെഡിറ്റേഷനിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഈ POP ഇപ്പൊ 34ആയില്ലേ. POP സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ സാറിന്റെ പല ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഈ മെഡിറ്റേഷന്റെ ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ POPനെ പറ്റിയൊക്കെ പറയും. പക്ഷെ അപ്പോഴൊന്നും അതൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷെ എല്ലാത്തിനും സാറ് പറയുന്ന മാതിരി തന്നെ ഒരു സമയമുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഡെമോ ഞാൻ കേൾക്കുന്നതും എനിക്ക് അപ്പൊ തന്നെ ചേരണം എന്ന് ഞാൻ തീരുമാനിച്ചത്. ക്ലാസിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടൈമാണ്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ ഈ 4:30 മണിക്ക് എണീക്കാന്ന് പറഞ്ഞാൽ, ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റീവ് ഈ എനർജി ഉണ്ടാകുന്ന കാര്യമല്ലേ. പോസിറ്റീവ് എനർജി പാക്ഡ് ക്ലാസ് അല്ലേ 1.5 മണിക്കൂർ. പിന്നെ എന്താ സാർ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അസുഖങ്ങള്, അതായത് മുട്ടുവേദന, പിന്നെ ഓർമ്മക്കുറവ്, ഈ കൈവരയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 13 കൊല്ലത്തോളമായി എനിക്ക്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. സാറിന്റെ ഈ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്ത് നമ്മൾ സംശയം ചോദിച്ചാൽ ഉടനെ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ റിപ്ലൈ കിട്ടും. അത്രയും നല്ലൊരു ടെക്നിക്കൽ ടീമാണ് സാറിന്. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സാറ് പറഞ്ഞ് നമുക്ക് നിന്നിട്ട് ചെയ്യുന്ന ഈ നെക്ക് റൊട്ടേഷൻ ഒക്കെ ഉണ്ടായില്ലായിരുന്നു. അപ്പൊ അതിന് സാറ് പറഞ്ഞല്ലോ, നിന്നിട്ട് ചെയ്യാൻ പറ്റാത്തവര് ഇരുന്നിട്ട് ചെയ്താൽ മതിയെന്ന്. എനിക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ അല്ലായിരുന്നു. അപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ മുട്ട് നല്ലോണം ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എത്രയോ കൊല്ലങ്ങൾ, ഒരു 50 കൊല്ലൊക്കെ ആയിട്ട് പല ക്ലാസ്സിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് നമുക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല.